Hello friends. ഈ സ്ട്രക്ചറൽ ഡിസൈനിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർട്ടെയിൽമെൻറ്റ് ഓഫ് ബാർസ്, അതേപോലെ സ്ലാബ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത് 1 വേ സ്ലാബിൻ്റെയും 2 വേ സ്ലാബ്, കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഒക്കെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഡിസൈൻ ഓഫ് ഫൂട്ടിങ്സ്, കമ്പൈൻഡ് ഫൂട്ടിങ്ങും ഐസൊലേറ്റഡ് ഫൂട്ടിങ്സിൻ്റെ ഡിസൈനാണ് ഡിസൈൻ. പിന്നെ ഇങ്ങനത്തെ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ബീംസ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കർട്ടെയിൽമെൻറ്റ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. നമ്മൾ ബീംസ് അല്ലെങ്കിൽ സ്ലാബ്സും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ തരും. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എവിടെയൊക്കെ ലേ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, എവിടെയാണ് ബെൻഡിങ് മൊമെൻ്റ് ഉള്ളത്, ആ ബെൻഡിങ് മൊമെൻറ്റ് ഹൈ ആയിട്ടുള്ളത് എവിടെയാണോ അവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇടുന്നു. ഈ ബെൻഡിങ് മൊമെൻറ്റിനെ ക്യാരി ചെയ്യാനാണ് നമ്മൾ സ്റ്റീൽ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ത്രൂ ഔട്ട് ബീമിൻ്റെ ഫുൾ സെക്ഷനിലും എല്ലായിടത്തും ഈ ബെൻഡിങ് മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. നമ്മൾ പല ടൈപ്പ് ബീംസിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടുള്ളതാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്, കണ്ടിന്യൂസ് ബീംസ്, കാൻറ്റിലിവർ ബീംസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ബീമും ഒരേ വാല്യൂ ആയിരിക്കത്തില്ല മൊമെൻറ്റിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റീബാർ ഇടാൻ നേരവും ത്രൂ ഔട്ട് ദ ബീമും നമ്മൾ ഒരേ റീബാറിന് ഇടേണ്ട ആവശ്യകത വരുന്നില്ല. എവിടെയൊക്കെ മൊമെൻറ്റ് കുറയുന്നോ അത്രയും ഭാഗത്ത് നമുക്ക് റീബാറും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് നമ്മുടെ ഡിസൈനിനെയൊക്കെ ഒരുപാട് എക്കണോമിക്കലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് കുറഞ്ഞ ലൊക്കേഷൻസിൽ സ്റ്റീൽ കുറയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കർട്ടെയിൽമെൻറ്റ് ഓഫ് ബാർസ് എന്ന് വിളിക്കുന്നത്. ത്രൂ ഔട്ട് ദ സെക്ഷൻ നമ്മൾ ഒരേ സ്റ്റീൽ കൊടുക്കാതെ ഈ ബെൻഡിങ് മൊമെൻറ്റ് കുറഞ്ഞ പോർഷൻസിൽ നമ്മൾ സ്റ്റീൽ കട്ടെയിൽ ചെയ്ത് കൊടുക്കും. ഒന്നെങ്കിൽ നമുക്ക് കട്ട് ബാർസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബീംസിലൊക്കെ അല്ലെങ്കിൽ സ്ലാബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സപ്പോർട്ട്സിൻ്റെ അടുത്തേക്ക് വരാൻ നേരം ഈ റീബാർ നമ്മൾ മുകളിലേക്ക് വളച്ചു കൊടുക്കും. കാരണം മുകളിലായിരിക്കും അവിടെ മൊമെൻറ്റ് കൂടുതൽ വരുന്നത്, നെഗറ്റീവ് മൊമെൻറ്റ് കൂടുതൽ വരുന്നത് സപ്പോർട്ട്സിനടുത്താണ്. അപ്പോൾ അവിടേക്കായിരിക്കും നമ്മൾ ബാർ വളച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കർട്ടെയിൽമെൻറ്റ് ഓഫ് ബാർസ് എന്ന് വിളിക്കുന്നത്. Curtail bars in beam is a way of reducing the area of tensile reinforcement at points or areas where bending moment is minimum or zero for the purpose of achieving an economic design. It is essential in continuous beams where positive moment decreases towards the supports and negative moment decreases towards the midspan. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ടിന്യൂസ് ബീമിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് സപ്പോർട്ട്സിൽ കോളംസ് കാണാം, നടുക്ക് ഒരു കോളം കാണാം. ഈ ബീം കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ സ്റ്റീൽ കൊടുക്കാൻ നേരം ഈ 2 കോളംസിൻ്റെ നടുക്ക് വരുന്ന പോർഷനിൽ, ഈ ഒരു ബീമിൻ്റെ ഈ ഒരു പോർഷനിൽ നടുക്കായിരിക്കും മാക്സിമം മൊമെൻറ്റ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് മൊമെൻറ്റ് വരുന്നത് അത് ബീമിൻ്റെ നടുക്കായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റീൽ കൊടുക്കുന്നു. സപ്പോർട്ട്സിന് അടുത്തേക്ക് വരാൻ നേരം നെഗറ്റീവ് മൊമെൻ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ടോപ്പ് സ്റ്റീലാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ നടുക്കത്തെ പോർഷനിൽ മുകളിൽ സ്റ്റീൽ കൊടുക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ അവിടെ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ കർട്ടെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും ബീംസിൻ്റെ അല്ലെങ്കിൽ സ്ലാബ്സിൻ്റെ ഒക്കെ നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കാൻ തന്നെ സ്റ്റീൽ ഇവിടെ ഇങ്ങനെ വളച്ച് മുകളിലേക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് കട്ട് ബാർസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് ബെൻഡ് അപ്പ് ബാർസ് എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് കർട്ടെയിൽമെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ ഡിസൈനെ ഒന്നുകൂടെ എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ മൊമെൻറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ മൊമെൻറ്റ് സീറോ ആയിട്ടുള്ള ഏരിയാസിലെല്ലാം സ്റ്റീൽ കൊടുക്കാതെ നമുക്ക് ബാർസിന് കർട്ടെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി കോഡിൽ നമ്മുടെ കർട്ടെയിൽമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ക്ലോസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. For curtailment, reinforcement shall extend beyond the point at which it is no longer required to resist flexure for a distance equal to the effective depth of the member or 12 times the bar diameter, whichever is greater, except at simple support or end of a cantilever. അപ്പോൾ നമ്മൾ ഈ ബാർ ഇങ്ങനെ കട്ടെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് എവിടെയാണോ ബെൻഡിങ് മൊമെൻറ്റ് സീറോ ആവുന്നത് അവിടെ വെച്ച് നമ്മൾ നിർത്തുകയല്ല ചെയ്യുന്നത്. അവിടെ വെച്ച് നമ്മൾ ബെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ലെങ്ത്തൂടെ നമ്മളത് കൊടുക്കണം. ആ എക്സ്ട്രാ ലെങ്ത്തിൻ്റെ വാല്യൂ ആണ് ഈ പറയുന്നത്. either equal to the effective depth of the member or 12 times the bar diameter, whichever is greater. അത്രയും ലെങ്ത്തൂടെ നമ്മൾ ബാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ അതൊന്ന് ഓർത്തിരിക്കണം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോർഷൻ ആൻഡ് ബീംസിനെ കുറിച്ചാണ്. അപ്പം ബീംസ്, അതായത് നല്ല ഡെപ്ത് ഉള്ള ബീംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാൻ നേരം ഡിഫ്ലക്ഷൻ, ഫ്ലെക്ചർ കാരണം ബെൻഡിങ് മാത്രമല്ല, ഈ ഡെപ്ത് കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ ഒരു ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കൂടെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് വിളിക്കുന്നത്. ടോർഷൻ ഇൻ എ ബീം ഇസ് എ ട്വിസ്റ്റിംഗ് എഫക്ട് ദാറ്റ് occurs when a load creates a rotational force around the beam's longitudinal axis, causing it to twist instead of just bending.
ഇനി ഇങ്ങനെ ഈ ടോർഷൻ ബീംസിൽ വരുമ്പോൾ അതിനെ തടയാനായിട്ട് കോഡ് സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ ടോപ്പ് സ്റ്റീലും ബോട്ടം സ്റ്റീലും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റോടെ കൊടുക്കുക എന്നതാണ്. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണുന്നതുകൊണ്ട് ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് കൊണ്ട് സൈഡിൽ മാത്രമായിട്ട് ഈക്വലായിട്ട് നമ്മൾ റീബാർ കൊടുക്കും. ഇതിനെയാണ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ ഈ ഡെപ്ത് കൂടിയ ബീംസിലൊക്കെ ഈ ടോർഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കോഡൽ സ്പെസിഫിക്കേഷൻസിൽ എത്ര ഡെപ്ത് കൂടിയാലാണ് ബീംസിൽ ഈ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്, അതും എത്ര പെർസെൻറ്റേജ് സ്റ്റീൽ കൊടുക്കണം എന്നതും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. When the depth of the web in a beam exceeds 750 mm, the side face reinforcement shall be provided along the two faces. Total area of such reinforcement shall be not less than 0.1% of the web area and shall be distributed equally on two faces at a spacing not exceeding 300 mm or web thickness whichever is less. അപ്പോൾ 750 mm ഡെപ്ത് ഉള്ള ബീംസിൽ അല്ലാതെ അതിൽ എക്സ്ട്രാ ടോർഷൻ ഒന്നും ഇല്ല, ടോർഷൻ ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ 750 mm ഡെപ്ത് എക്സീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ എന്തായാലും ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നാണ് കോഡ് പറയുന്നത്. ഇനി അതിൻ്റെ ഏരിയ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 0.1% ഓഫ് ദ വെബ് ഏരിയ എങ്കിലും മിനിമം കൊടുത്തിരിക്കണം. ഇനി ചില ബീംസിൽ ഡെപ്ത് 750 വരെ ഇല്ല എങ്കിലും ലോഡ് കാരണം, ലോഡിങ്ങിൻ്റെ എഫക്റ്റ് കാരണം അതിൽ ടോർഷൻ വരാം. അപ്പം അങ്ങനത്തെ ബീംസിൽ ഡെപ്ത് 450 എക്സീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കണം. When the beam depth exceeds 450 mm, if the beam is subjected to torsion, എങ്കിലും ഇങ്ങനത്തെ കേസിൽ നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണമെന്ന് കോഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഓർത്തോണം. ബീമിൽ ടോർഷൻ ഇല്ല, അല്ലെങ്കിൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരം ബെൻഡിങ് മൊമെൻറ്റ് ഫ്ലെക്ചർ മാത്രമേ ഉള്ളൂ, ടോർഷൻ ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഡെപ്ത് 750 എക്സീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. രണ്ടാമത്തെ കേസിൽ ബീമിൻ്റെ ഡെപ്ത് 450 എക്സീഡ് ചെയ്യുന്നുണ്ട്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കൂടെ തന്നെ അതിൽ ടോർഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ 450 mm എക്സീഡ് ചെയ്യുന്നുണ്ട്, 750 താഴെ ആണെങ്കിൽ കൂടെ നമ്മളവിടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഇനി നമുക്ക് സ്ലാബിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. ഇപ്പം നമ്മുടെ സിലബസിൽ സ്ലാബ് ഡീറ്റെയിലിംഗ് എന്ന് സ്പെസിഫൈ ചെയ്ത് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1 വേ സ്ലാബ് എന്താണ്, 2 വേ സ്ലാബ് എന്താണെന്നൊക്കെ പഠിച്ചതാണ്. അപ്പം ഈ 1 വേ സ്ലാബിൻ്റെയും 2 വേ സ്ലാബിൻ്റെയും കണ്ടിന്യൂസ് സ്ലാബിൻ്റെയും ഡീറ്റെയിലിംഗ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം 1 വേ സ്ലാബ്. ഇതിപ്പോൾ ഒരു 1 വേ സ്ലാബിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 1 വേ സ്ലാബിൽ നമ്മൾ മെയിൻ റീബാർ ലേ ചെയ്യുന്നത് അലോങ് ദ ഷോർട്ടർ സൈഡാണ്. അപ്പോൾ ഇതിൽ ഷോർട്ടർ സൈഡ് വരുന്ന ഈ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷനിലാണ് നമ്മൾ മെയിൻ ബാർ ലേ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ബാർ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതും കട്ടേൽ ചെയ്തിട്ടുണ്ട്. കട്ടേൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര എന്നുള്ളത് നോക്കി വെക്കണം. 0.1 ടൈംസ് L ആണ്. L ഇസ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സ്പാൻ. അപ്പോൾ 0.1 ടൈംസ് L ഡിസ്റ്റൻസ്, സപ്പോർട്ടിൽ നിന്നും 0.1 L ഡിസ്റ്റൻസ് മാറിയാണ് നമ്മളിവിടെ റീബാർസ് കട്ടേൽ ചെയ്യുന്നത്. ഇനി എല്ലാ റീബാറും കട്ടേൽ ചെയ്യുമോ? ഇല്ല. 50% സ്റ്റീൽ മാത്രമേ നമ്മൾ കട്ടേൽ ചെയ്യത്തുള്ളൂ. അതായത് ഒന്നുകൂടെ പറയാം, 1 വേ സ്ലാബിൽ നമ്മൾ അലോങ് ദ ഷോർട്ടർ ഡയറക്ഷനാണ് റീബാർ ലേ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇടുന്ന സ്റ്റീലിൻ്റെ 50% മാത്രമാണ് നമ്മൾ ഇതേപോലെ രണ്ട് എൻഡ്സിലും കട്ടേൽ ചെയ്യുന്നത്. ഇനി ഈ കട്ടേൽ ചെയ്യുന്ന സ്റ്റീല് 50% എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ബാർസ് ആണ് കട്ടേൽ ചെയ്യുന്നത്. അതായത് ഈ എഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ബാർ നമ്മൾ കട്ടേൽ ചെയ്യുന്നില്ല എങ്കിൽ രണ്ടാമത്തെ ബാർ നമ്മൾ കട്ടേൽ ചെയ്യും, മൂന്നാമത്തെ ബാർ വീണ്ടും കട്ടേൽ ചെയ്യുന്നില്ല എങ്കിൽ നാലാമത്തെ ബാർ നമ്മൾ കട്ടേൽ ചെയ്യും. അങ്ങനെയാണ് 50% സ്റ്റീൽ നമ്മൾ കട്ടേൽ ചെയ്യുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി കട്ടേൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടെ ഓർത്തോണം. സപ്പോർട്ടിൽ നിന്നും 0.1 ടൈംസ് ലെങ്ത് ഓഫ് ദ ഷോർട്ടർ സ്പാൻ, അത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ കട്ടേൽ ചെയ്യുന്നത്. ഇവിടെ ഇതേ സ്ലാബിൻ്റെ ക്രോസ് സെക്ഷനൂടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഷോർട്ടർ സ്പാനിലാണ് നമ്മൾ ഈ മെയിൻ ബാർ കട്ടേൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇതുകൂടാതെ അലോങ് ദ ലോങ്ങർ സ്പാൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാറിന് ലേ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമ്മൾ 1 വേ സ്ലാബിൽ നമ്മൾ കട്ടേൽ ചെയ്യില്ല, ഫുൾ ലെങ്ത്തിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇവിടെ ക്രോസ് സെക്ഷനിൽ നോക്കി, ക്രോസ് സെക്ഷനിൽ നമുക്കിവിടെ അലോങ് ദ ഷോർട്ടർ സ്പാൻ ആണ് സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കട്ടേൽ ചെയ്തിരിക്കുന്ന മെയിൻ ബാർ കാണാം. ഇനിയും കട്ടേൽ ചെയ്യാത്ത 50% ഉണ്ട്, ഓൾട്ടർനേറ്റ് ബാർസ് കട്ടേൽ ചെയ്യുന്നില്ലല്ലോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ താഴെ കൂടെ പോന്നിരിക്കുന്നത് ഈ കട്ടേൽ ചെയ്യാത്ത ബാറാണ്. കട്ടേൽ ചെയ്ത 50% ബാറാണ് ഇവിടെ ഈ മുകളിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനിയും ഈ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ക്രോസ് സെക്ഷൻ അതാണ് നമ്മൾ കുത്തുകുത്ത് പോലെ കാണിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബാർ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തേക്കുന്ന കാണാം. ഇനി
നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബാർസിൽ മിനിമം 2 എണ്ണമെങ്കിലും മുകളിൽ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ നമ്മൾ 2 എണ്ണം കൊടുക്കുന്നുണ്ട്. മിനിമം 2 ബാർസേലും പ്രൊവൈഡ് ചെയ്യണമെന്ന് കോഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ 1 വേ സ്ലാബിൻ്റെ ഡീറ്റെയിലിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും അടുത്തത് നമുക്ക് 2 വേ സ്ലാബിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. 2 വേ സ്ലാബിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്, പക്ഷേ 2 ഡയറക്ഷനിൽ നമ്മൾ കർട്ടെയിൽമെൻറ്റ് കൊടുക്കുന്നുണ്ട്, അലോങ് ഷോർട്ടർ ആൻഡ് അലോങ് ലോങ്ങർ സ്പാൻ. അപ്പോൾ നോക്കി, അവിടെ നമ്മൾ കട്ടെയിൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 0.1 L തന്നെയാണ്. പക്ഷേ L ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഷോർട്ടർ സ്പാൻ്റെ ലെങ്ത് ആണ് ഇവിടെ LX ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും ലോങ്ങർ സ്പാൻ്റെ ലെങ്ത് LY ആയിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ് ഏതാണോ ആ സൈഡിൻ്റെ 0.1 ടൈംസ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കർട്ടെയിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് സെക്ഷൻസ് കാണാം. ഇപ്പോൾ സെക്ഷൻ BB അലോങ് ദ ഷോർട്ടർ സ്പാൻ ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കർട്ടെയിൽ ചെയ്ത് പോയേക്കുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് ബെൻഡ് ചെയ്ത് പോയിരിക്കുന്ന ബാർ കാണാം. കർട്ടെയിൽ ചെയ്യാത്ത ഓൾട്ടർനേറ്റ് ബാർസ് താഴെ കിടക്കുന്നത് കാണാം. മുകളിലായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് കൊടുത്തിരിക്കുന്നത് കാണാം. മുകളിലത്തെ ബെൻഡ് ബാർസിൻ്റെ താഴെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാർ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനിയും ഈ അലോങ് ദ ലോങ്ങർ സ്പാൻ കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻ AA നമുക്കിവിടെ വീണ്ടും കർട്ടെയിൽ ചെയ്യാത്ത ബാർ കാണാം, കർട്ടെയിൽ ചെയ്ത് കൊടുത്തിരിക്കുന്ന ബാർ കാണാം. ഇവിടെ നമ്മുടെ ബാർ, മെയിൻ ബാർ എന്ന് പറയുന്നത് ഏതാ, താഴെ കൂടെ അലോങ് ദ ഷോർട്ടർ സ്പാൻ ആണ് നമ്മുടെ മെയിൻ ബാർ, അതാണ് ഏറ്റവും താഴെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ എയിൽ നമ്മൾ കട്ട് ചെയ്യാൻ നേരം നമ്മളത് കുത്തൂത്തായിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ മാത്രമേ കാണത്തുള്ളൂ, അതാണ് ഏറ്റവും താഴെ വരുന്നത്. അതിൻ്റെ മുകളിലായിരിക്കും ഈ അലോങ് ദ ലോങ്ങർ സ്പാൻ നമ്മൾ ലേ ചെയ്യുന്ന ബാർസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2 വേ സ്ലാബിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഡീറ്റെയിലിങ്ങിലൂടെ പഠിക്കാനുണ്ട്. കണ്ടിന്യൂസ് സ്ലാബിൻ്റെ കേസിൽ ഇവിടെ നമുക്ക് സപ്പോർട്ട്സ് കാണാം. ഇതിപ്പോൾ 2 രീതിയിലും കാണിച്ചിട്ടുണ്ട്, ബെൻറ്റപ്പ് ബാറായിട്ടും കാണിച്ചിട്ടുണ്ട്, കട്ട് ബാറായിട്ടും കാണിച്ചിട്ടുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ബെൻറ്റപ്പ് ബാറിൻ്റെ കേസിൽ നമുക്ക് ഡയഗണലായിട്ട് ഇതേപോലെ ബെൻഡ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. കട്ട് ബാർസിൻ്റെ കേസിൽ അത് കാണത്തില്ല എന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എൻ സപ്പോർട്ട്സ് കാണാം, നടുക്കുള്ള സപ്പോർട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ സ്പാന് L1 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ സ്പാനിൻ്റെ ലെങ്ത് L2 ആണ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്മൾ മെയിൻ ബാർ കർട്ടെയിൽ ചെയ്യുന്ന ലെങ്ത് 0.15 L1 ആണ് കണ്ടിന്യൂസ് സ്ലാബിൻ്റെ കേസിൽ, അത് ഓർത്തോണം. ഇനി നമ്മുടെ കോമൺ സപ്പോർട്ട് വരാൻ നേരം അവിടെ നമ്മൾ കർട്ടെയിൽ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് 0.25 L1 ആണ്. ഇനി തൊട്ടടുത്ത സ്പാനിലേക്ക് നമ്മൾ വരുമ്പോഴും അവിടെ ഈ കോമൺ സപ്പോർട്ടിനടുത്ത് നമ്മൾ കർട്ടെയിൽ ചെയ്യുന്ന ലെങ്ത് 0.25 L2 ആണ്. ഇനിയും അത് കഴിഞ്ഞ് നമുക്ക് എൻ സപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ കർട്ടെയിൽ ചെയ്യുന്ന ലെങ്ത് 0.15 L1 എടുത്താൽ മതി. അപ്പോൾ ഈ കർട്ടെയിൽ ചെയ്യുന്ന ലെങ്ത്തുകൾ നോട്ട് ചെയ്തോണം. കണ്ടിന്യൂസ് സ്ലാബിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ എടുത്ത കൂട്ട് 0.1 L അല്ല എടുക്കുന്നത്. എൻ സപ്പോർട്ടിൻ്റെ അവിടെ വരുമ്പോൾ 0.15 L കണ്ടിന്യൂ അല്ലെങ്കിൽ കോമൺ സപ്പോർട്ടിൻ്റെ അവിടെ വരാൻ നേരം നമ്മൾ 0.25 L ആണ് ഡിസ്റ്റൻസ് കർട്ടെയിൽ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി ഓൾട്ടർനേറ്റ് ബാർസ് നമ്മൾ കർട്ടെയിൽ ചെയ്യാതെ തന്നെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലേക്കുള്ള ബാർസ് ശ്രദ്ധിച്ച്, മുകളിലുള്ള ബാർസിൽ നമുക്ക് മുകളിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരം മുകളിൽ എത്ര സ്റ്റീൽ കൊടുക്കണം എന്നുള്ളത് നമുക്ക് കിട്ടും. അതിനെയാണ് ഇവിടെ AS2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നെയിം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കോമൺ സപ്പോർട്ട്സ് വരാൻ നേരം മുകളിൽ വരുന്ന മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റീൽ നമ്മൾ കണ്ടുപിടിക്കും. ആ സ്റ്റീലിൽ നമ്മൾ ആ സ്റ്റീലിൻ്റെ ലെങ്ത് നമ്മൾ എത്ര പ്രൊജക്റ്റ് ചെയ്യണം എന്നത് നോക്കുവാണെങ്കിലും നോക്കിയേ, AS2 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ മുകളിലത്തേത് 50% നമ്മൾ എന്ത് ചെയ്യും, 0.3 L1 നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ ബാർസ് നമ്മൾ കൊടുക്കുന്നത് 0.15 L1 കുറയാതെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ 50%, അതായത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ബാർസ് നമ്മൾ 0.3 L1 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം ഓൺ ബോത്ത് ദ സൈഡ്സ്. കോമൺ സപ്പോർട്ട് വരുന്ന കേസിൻ്റെ ആണ് ഈ പറയുന്നത്. മുകളിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റീല് നമ്മൾ 0.3 L1 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും ഓൺ ഓൾട്ടർനേറ്റ് ബാർസ്. മറ്റ് 0.3 കൊടുക്കാത്ത കേസിൽ നമ്മൾ 0.15 L ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന നേരം ഈ 0.15 പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് 0.3 വീണ്ടും 0.15 അങ്ങനെ കൊടുക്കാറില്ല. യൂഷ്വലി 0.3 തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ തിയററ്റിക്കലി പറയാൻ നേരം കോഡ് സ്പെസിഫൈ ചെയ്യുന്നത് ഒരെണ്ണം 0.15 L ആണ് നമ്മൾ ലെങ്ത് കൊടുക്കുന്നതെങ്കിൽ അടുത്തതിന് നമ്മൾ 0.3 L കൊടുക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 0.15 0.3 അങ്ങനെ നമ്മൾ മാറ്റിയാണ് കൊടുക്കുന്നത്. ഇനിയും താഴെ നമ്മൾ സ്ട്രെയിറ്റ് ബാർസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലുള്ള കേസാണ് പറയുന്നത്. ഇതേ വാല്യൂസ് തന്നെയാണ്, കട്ടയിൽ ചെയ്യുന്ന ലെങ്ത്തും എല്ലാം സെയിം തന്നെയാണ്, ബെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഇതാണ് കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിലിംഗ് ഓഫ് സ്ലാബ്സ് എന്ന പോർഷനിൽ ഓർത്തിരിക്കേണ്ട ഓരോ ടൈപ്പ് സ്ലാബ് നമ്മൾ എത്ര ലെങ്ത്തിലാണ് കർട്ടൈൽ ചെയ്യുന്നത്, അതിൻ്റെ നമ്മൾ റീബാർ കൊടുക്കാൻ നേരം ഏത് ഡയറക്ഷനിലാണ് മെയിൻ ബാർ ആദ്യം ലേ ചെയ്യുന്നത് എന്നുള്ളതും നോക്കിയേക്കണം. ഇനി നമുക്ക് സിലബസിൽ വരുന്ന ഒരു പോർഷനായിരുന്നു ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിലാണ് നമ്മൾ ഈ മാക്സിമം ഒരു സ്ട്രക്ചറിന് എത്ര ലോഡ് ക്യാരി ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്താണ്? നമ്മളൊരു ബിൽഡിങ്ങിൽ ഇരിക്കുമ്പോൾ മുകളിലത്തെ സ്ലാബ് ഒരുപാട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓക്യുപ്പൈ ചെയ്യുന്ന ഓക്യുപ്പൻസിന് തന്നെ ഒരു മെൻ്റൽ സ്ട്രെസ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ക്രാക്സ് ഉണ്ട്, അത് പൊളിഞ്ഞു വീഴുവോ, അല്ലെങ്കിൽ ഒരുപാട് ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് കൊളാപ്സ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സർവീസിബിലിറ്റി എന്ന ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ഡീൽ ചെയ്യുന്നത് ഈ ഡിഫ്ലക്ഷന്, ക്രാക്കിങ്, അങ്ങനെ വിസിബിളി നമ്മൾ കാണുന്ന ഡാമേജസ് ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എൻഷുവേഴ്സ് എ സ്ട്രക്ചർ perform its function satisfactorily under normal use by controlling issues like excessive deflection, vibration, cracking, etc., which affects the aesthetics, durability and comfort even if the structure won't collapse. ഇപ്പോൾ സ്ട്രക്ചർ കൊളാപ്സ് ആകണമെന്നില്ല, പക്ഷേ എക്സസീവ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ക്രാക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഓക്യുപ്പൻസിന് തന്നെ ഒരു മെൻ്റൽ സ്ട്രെസ് അത് ക്രിയേറ്റ് ചെയ്യും. അപ്പം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിൽ നമ്മൾ നോക്കുന്നത് മാക്സിമം കഴിവതും എത്ര നമ്മൾ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ റെഡ്യൂസ് ചെയ്ത് ക്രാക്കിങ്ങിൻ്റെ തന്നെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ എക്സീഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്ട്രക്ചേഴ്സ് ഡിസൈൻഡ് ബൈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആർ ഫൗണ്ട് ടു ബി ഓഫ് കമ്പാരിറ്റീവ്ലി സ്മോളർ സെക്ഷൻസ്. അത് നമ്മൾ പല തിയറി ഓഫ് ഡിസൈൻ നമ്മൾ ഇനീഷ്യലി പഠിക്കുന്നുണ്ട്. നമ്മുടെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, സ്ട്രെസ് മെത്തേഡ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളേ. അപ്പോൾ അതിലെല്ലാം നമ്മൾ മാക്സിമം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ കൺസെപ്റ്റ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെക്ഷൻസിൻ്റെ വലിപ്പം തീരെ കുറയ്ക്കുന്നുണ്ട്. എന്നാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലൊക്കെ പണ്ടൊക്കെ യൂസ് ചെയ്ത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഒരുപാട് വലിയ ഡീപ്പായിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. എന്നാൽ ഈ അധികം ഡെപ്ത് ഇല്ലാത്ത സ്മോളർ സെക്ഷൻസ് ആണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെറിയ സൈസുള്ള നമ്മൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. They must be checked for deflection and width of cracks. Excessive deflection of a structure or part thereof adversely affects the appearance and efficiency of the structure, finishes or partitions. Excessive cracking of concrete also seriously affects the appearance and durability of the structure. ഈ സൈസ് ഓഫ് ദ സ്ട്രക്ചർ കുറവായതുകൊണ്ട് തന്നെ ഡിഫ്ലക്ഷനും അതേപോലെ ക്രാക്കിങ്ങും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അതുതന്നെയല്ല, അത് ഭയങ്കരമായിട്ട് ഓക്യുപ്പൻസിനെ ഇതേപോലെ അവരുടെ മെൻ്റൽ പീസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ഒക്കെ വിസിബിളായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരം ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്യണം. അതായത് ഡിഫ്ലക്ഷന് കുറച്ച് ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര വാല്യൂയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ ക്രാക്കിങ്ങിലും നമുക്ക് കുറച്ച് ലിമിറ്റ്സ് കോഡ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫ്ലക്ഷനിലെ ലിമിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ റെഫേഴ്സ് ടു ദ ഇമീഡിയറ്റ് ഡിഫ്ലക്ഷൻ ആഫ്റ്റർ കാസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഓർ ഫുൾ സർവീസ് ലോഡ്സ്. അപ്പോൾ ഡിഫ്ലക്ഷനിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഡിഫ്ലക്ഷൻ ഉണ്ട്, ഷോർട്ട് ടേം ഡിഫ്ലക്ഷനും ലോങ് ടേം ഡിഫ്ലക്ഷനും. അതിൽ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇമീഡിയറ്റ്ലി ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഈ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം നീണ്ടു നിന്ന് കഴിയുമ്പോൾ, അതായത് ഈ ലോഡ് അപ്ലൈ ചെയ്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പം ഈ ഡിഫ്ലക്ഷൻ്റെ വാല്യൂസിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്രീപ്പ് എന്നൊക്കെ വിളിക്കുന്ന ഈ ലോങ് ടേം ഡിഫ്ലക്ഷനെയാണ്. The deflection shall generally be limited to the following. കോഡ് സ്പെസിഫൈ ചെയ്യുന്നത്: the final deflection due to all loads including the effects of temperature, creep and shrinkage and measured from the ask cast level of the supports of floor, roof and all other horizontal members should not normally exceed span by 250. അപ്പം കോഡ് പറയുന്നത് നമ്മൾ അൾട്ടിമേറ്റ്ലി വരുന്ന ഡിഫ്ലക്ഷൻ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് സ്പാൻ ബൈ 250 എന്നുള്ള വാല്യൂ ആണ്. ഇനി ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്: ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിംഗ് ദ എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ, ക്രീക്ക് ആൻഡ് ഷ്രിങ്കേജ് occurring after erection of partition and application of finishes should not normally exceed span by 350 or 20 mm whichever is less.
നമ്മൾ ഈ പാർട്ടീഷൻ ഇനീഷ്യലി പറഞ്ഞ സ്പാൻ ബൈ 250 എന്നുള്ളത് നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചറൊക്കെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ്. എന്നാൽ പിന്നീട് അതിലേക്ക് നമ്മൾ പാർട്ടീഷൻ വാൾസ്, ടൈൽസ്, അതായത് നമ്മുടെ ഫിനിഷിംഗ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ടൈൽസ് അല്ലെങ്കിൽ വാൾ പ്ലാസ്റ്റർ, ഇതുമെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഡിഫ്ലക്ഷൻ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് സ്പാൻ ബൈ 350 or 20 mm വിച്ച് എവർ ഇസ് ലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഓർത്തോണം. പാർട്ടീഷൻ അല്ലെങ്കിൽ ഫിനിഷേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള മാക്സിമം ഡിഫ്ലക്ഷൻ സ്പാൻ ബൈ 250 എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി ഫിനിഷസ് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഡിഫ്ലക്ഷൻ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് സ്പാൻ ബൈ 350 or 20 mm വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കിൽ ഓർത്തിരിക്കേണ്ട ഈ രണ്ട് വാല്യൂസ് ആണ്. ഇത് ചോദിച്ചിട്ടുമുണ്ട് എക്സാമിന്. ഇനി ക്രാക്കിങ്ങിൻ്റെ ഇതിലേക്ക് വരാൻ നേരം നമുക്ക് 3 വാല്യൂസാണ് ഇവിടെ ഓർത്തിരിക്കാനുള്ളത്. പെർമിറ്റഡ് മാക്സിമം ക്രാക്കിങ് ഓരോ ടൈപ്പ് എക്സ്പോഷർ കണ്ടീഷനിൽ എത്ര വരും എന്നുള്ളത്. സാധാരണ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, അതായത് ഒരുപാട് സോയിലുമായിട്ടുള്ള കോൺടാക്റ്റ് അല്ലെങ്കിൽ വാട്ടറുമായിട്ടുള്ള കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ 0.3 mm ആണ് പെർമിറ്റഡ് ആയിട്ടുള്ള ക്രാക്കിൻ്റെ വാല്യൂ. ദ സർഫസ് വിഡ്ത്ത് ഓഫ് ക്രാക്സ് ഷുഡ് നോട്ട് ഇൻ ജനറൽ എക്സീഡ് 0.3 mm in members where cracking is not harmful and does not have any serious adverse effects upon the preservation of reinforcing steel or upon the durability of the structure. ഇത് ജനറൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി ഇൻ മെമ്പേഴ്സ് where cracking in the tensile zone is harmful either because they are exposed to effects of the weather or continuously exposed to moisture or in contact of soil or groundwater. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ കോൺടാക്ട്, സോയിൽ കോൺടാക്ട് അല്ലെങ്കിൽ ഈ വെതർ ചേഞ്ചസ് ഡയറക്റ്റ് ആയിട്ട് സ്റ്റീലിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ള സ്ട്രക്ചേഴ്സിലാണ് എങ്കിൽ ക്രാക്കിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 0.2 mm ആണ്. ഇനി സിവിയർ എക്സ്പോഷർ കണ്ടീഷൻ ഉള്ള സ്ട്രക്ചേഴ്സിലാണ് എങ്കിൽ ദ സർഫസ് വിഡ്ത്ത് ഓഫ് ക്രാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 0.1 mm. അപ്പോൾ ഈ പറഞ്ഞ 3 വാല്യൂസ് ആണ് ക്രാക്കിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ജനറൽ സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ 0.3 mm, സോയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസിൻ്റെ വെതർ കണ്ടീഷൻസ് ഒക്കെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ബിൽഡിങ്സിലാണെങ്കിൽ 0.2 mm, സിവിയർ എക്സ്പോഷർ കണ്ടീഷനുള്ള സ്ട്രക്ചേഴ്സിനാണെങ്കിൽ 0.1 mm ആണ് മാക്സിമം പെർമിറ്റഡ് ക്രാക്കിംഗ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഡിഫ്ലക്ഷന് ക്രാക്കിംഗ് ഇതിൻ്റെ രണ്ടിൻ്റെയും കുറച്ച് സ്പെസിഫൈഡ് കോഡ് സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് ലിമിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കായ ഡിസൈൻ ഓഫ് ഫൂട്ടിങ്സിലേക്ക് വരാം. ഇപ്പോൾ ഡിസൈൻ ഓഫ് ഫൂട്ടിങ്സിൽ നമുക്ക് സിലബസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങും പറയുന്നുണ്ട്, കമ്പൈൻഡ് റെക്ടാങ്കുലർ ഫൂട്ടിങ്ങും പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കണം. ഇപ്പം നമുക്കറിയാം PSC എക്സാമിന് ഡിസൈൻ ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല എങ്കിലും ഈ ഡിസൈൻ ചെയ്തു വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഉണ്ട്. അത് നോക്കി വെക്കണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിളിൻ്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. ഡിസൈൻ ആൻ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഫോർ an RC column of size 230 by 230 mm which carries a vertical load of 600 kN. Safe bearing capacity of soil is 200 kN per meter square. ഇപ്പോൾ ഇവിടെ കോളത്തെ വരുന്ന ലോഡ് തന്നിട്ടുണ്ട്, SBC ഓഫ് സോയിലും തന്നിട്ടുണ്ട്. വേണേൽ എക്സാമിന് ഈ സൈസ് ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് ഒരു ഷോർട്ട് പ്രോബ്ലം പോലെ ചോദിക്കും. അപ്പം ഫൂട്ടിംഗ് സൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫൂട്ടിംഗ് സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ നേരം കോളത്തെ വരുന്ന ലോഡ് മാത്രമല്ല, നമ്മൾ ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരം നമ്മളൊരു ഹോൾ എക്സ്കവേറ്റ് ചെയ്യുമല്ലോ. ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ സോയിൽ ബാക്ക് ഫിൽ ചെയ്യും. അപ്പോൾ സോയിലിൻ്റെ വെയിറ്റ് കൂടെ കൺസിഡർ ചെയ്യണം. ഇനി സോയിലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എക്സാക്ട് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡെപ്ത് അതൊന്നും ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 10% ഓഫ് ലോഡ് ഓൺ ദ കോളം അതാണ് നമ്മൾ സോയിലിൻ്റെ വെയിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പം ലോഡ് ഓൺ കോളം 600 kN ആണ് എങ്കിൽ ലോഡ് ഡ്യൂ ടു സെൽഫ് വെയിറ്റ് ഓഫ് സോയിൽ നമ്മൾ 10% ഓഫ് 600 60 kN ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലോഡ് വരുന്നത് എന്താ, 600 + 60 660 kN എന്ന് കിട്ടും. ഇനി ടോട്ടൽ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ചെയ്താൽ എത്ര ഏരിയ ഓഫ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യണമെന്നത് നമുക്ക് കിട്ടും. ഇപ്പോൾ 660 by 200 ചെയ്യുമ്പോൾ 3.3 meter square വേണം നമുക്ക് ഏരിയ വേണ്ടി വരുന്നത് ഫൂട്ടിങ്ങിൻ്റെ ടു ക്യാരി ദ ലോഡ്. ഇനി ഇതിപ്പം ഐസൊലേറ്റഡ് സ്ക്വയർ ഫൂട്ടിംഗ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ
നമുക്ക് സൈസ് ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് 3.3 ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഓഫ് ദ സ്ക്വയർ ഫൂട്ടിംഗ് നമുക്ക് കിട്ടും. ഇനി റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ 1.82 മീറ്റേഴ്സ് എന്ന് കിട്ടിയല്ലോ. അപ്പം ഒരു സൈഡ് ഓഫ് ദ ഫൂട്ടിംഗ് ഇതിനേക്കാൾ ഒരു ഹയർ വാല്യൂ എടുക്കുക. ഇപ്പോൾ 2 എന്ന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തെടുക്കുകയാണെങ്കിൽ 2 എന്നുള്ള ഒരു സൈഡ് ഫിക്സ് ചെയ്താൽ മറ്റേ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് 3.3 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റേ രണ്ടാമത്തെ ഷോർട്ടസ്റ്റ് സൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഡയറക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ 1.82 മീറ്റേഴ്സ് കിട്ടി. ഇനിയും ഇതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തൊരു വാല്യൂയിലേക്ക് എത്തിക്കണം. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഹയർ വാല്യൂയിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പം സൈസ് ഓഫ് ഫൂട്ടിംഗ് ഇവിടെ 1.85 മീറ്റർ ബൈ 1.85 മീറ്റർ എന്ന് ഫിക്സ് ചെയ്തു. ഇങ്ങനെയാണ് സൈസ് ഓഫ് ദ ഫൂട്ടിംഗ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ആക്ച്വലി നെറ്റ് അപ്വേർഡ് പ്രഷർ സോയിലിൻ്റെ എത്ര വരും എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വരുന്ന ലോഡും ഇപ്പം നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന ഫൂട്ടിങ്ങിൻ്റെ സൈസിൻ്റെ ഏരിയയും കൂടെ വേണം വെച്ച് ഡിവൈഡ് ചെയ്യാൻ. ഇപ്പോൾ 600 ബൈ 1.85 ബൈ 1.85 ചെയ്യുമ്പോൾ 175.3 എന്ന് കിട്ടും, വിച്ച് ഷുഡ് ബി ലെസ് ദാൻ ദ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അപ്പോൾ ആ ഒരു ചെക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഇങ്ങനെയാണ് സൈസ് ഓഫ് ദ ഫൂട്ടിംഗ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഡിസൈൻ സ്റ്റെപ്സിലേക്ക് വരാൻ നേരം ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണമെന്നില്ല. ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2-3 പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് ഓർത്തിരുന്നോണം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരം സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ബേസിസിലാണ്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന് ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഫ്ലെക്ചർ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. ഈ കോളം ഫേസിലാണ് മാക്സിമം ഫ്ലെക്ചർ വരുന്നതെന്ന് നമ്മൾ ഡിസൈനിൽ അസ്യൂം ചെയ്യുന്നത്. ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഫ്ലെക്ചർ ഒക്കേഴ്സ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് കൺസിഡർ ചെയ്തിട്ട് അത് പ്രകാരമുള്ള സ്റ്റീലാണ് നമ്മൾ ഫൂട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് ആ ഒരു കാര്യം ഓർത്തോണം. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഫ്ലെക്ചർ ഇസ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം എന്നുള്ളത്. ഇനി നമുക്ക് ഷിയറിൻ്റെ ചെക്കുകൾ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ഇതാണ്. 1 വേ ഷിയറും വരുന്നുണ്ട്, 2 വേ ഷിയറും നമുക്ക് ചെക്ക് ചെയ്യണം. ഈ 1 വേ ഷിയറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാണ്, 2 വേ ഷിയറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. 1 വേ ഷിയർ ഒക്കേഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. കോളം ഫേസിൽ നിന്നും d ഡിസ്റ്റൻസ് മാറി. d എന്തുവാ? ഇറ്റ് ഇസ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ ഞാൻ എല്ലാ സ്റ്റെപ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ എഫക്റ്റീവ് ഡെപ്ത് എടുത്തിരുന്നത് 382 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 382 മാറിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ 1 വേ ഷിയർ ഒക്കേഴ്സ് അറ്റ് d ഡിസ്റ്റൻസ് ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. ഇനി 2 വേ ഷിയറിൻ്റെ ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ 2 വേ ഷിയറിൽ നമ്മളതിനെ പഞ്ചിങ് ഷിയർ എന്നും വിളിക്കാറുണ്ട്. ആ ഒരു പേരൂടെ ഓർത്തോണം. 2 വേ ഷിയർ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഒക്കർ ചെയ്യുന്നത് d/2 ഡിസ്റ്റൻസിൽ നിന്നാണ്. ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ 2 വേ ഷിയർ ഓർ പഞ്ചിങ് ഷിയർ ഒക്കേഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d/2 ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഫ്ലെക്ചർ അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം, ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ 1 വേ ഷിയർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം, 2 വേ ഷിയറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d/2 ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. ഇനി നമുക്ക് കമ്പൈൻ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് കമ്പൈൻ ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്നിലധികം കോളംസിന് ഒരൊറ്റ ഫൂട്ടിംഗ് കോമൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഫൂട്ടിങ്സിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ അറ്റത്തെ 2 എൻഡ്സും കാൻറ്റിലിവേർഡ് പോർഷൻസ് ആയിരിക്കും. നടുക്ക് നമുക്കൊരു കോമൺ ബീം പോലായിരിക്കും ഈ സ്ലാബ് ആക്ട് ചെയ്യുന്നത്. ഇപ്പം നോക്കി ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുമ്പോൾ എങ്ങനെ ഈ 2 കോളംസിന് ഇടയ്ക്കുള്ള പോർഷൻ മുകളിലേക്കായിരിക്കും ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. എൻസ് മുകളിലേക്ക് ഇതേപോലെ ബെൻഡായി പോകും. അപ്പോൾ ഇവിടെ ഈ വരുന്ന ബീമിൽ നടുക്ക് വരുന്ന പോർഷനിൽ നമുക്ക് ടെൻഷൻ വരുന്നത് മുകളിലത്തെ പോർഷനിലാണ്. അപ്പോൾ കൂടുതൽ സ്റ്റീൽ നമുക്ക് വേണ്ടി വരുന്നത് മുകളിലാണ്. അത് ഓർത്തോണം. അതേപോലെ ഈ കാൻറ്റിലിവേർഡ് പോർഷൻസിൽ വരുന്നത് കൂടുതൽ ടെൻഷൻ വരാൻ പോകുന്നത് ഈ താഴത്തെ ലെയറിലായിരിക്കും. അപ്പോൾ താഴത്തെ ലെയറിലാണ് നമ്മൾ കൂടുതൽ സ്റ്റീൽ ലേ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റീൽ എവിടെയാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് ഈ ഒരു ഡിഫ്ലക്ഷൻ ഷേപ്പ് വെച്ച് നമുക്ക് ടെൻഷൻ എവിടെയാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റീൽ കൊടുത്താൽ മതി. അപ്പോൾ ഇതും നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ ഹെൽപ്പോട് കൂടി മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കമ്പൈൻ ഫൂട്ടിങ്ങിൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഡിസൈൻ എ കമ്പൈൻ ഫൂട്ടിംഗ് ഫോർ 2 columns ഈച്ച് ക്യാരിങ് ആക്സിയൽ ലോഡ് 1360 kN സർവീസ്. Size of both the columns is 400 by 400 mm. Center to center distance between columns is 4 meter. Width of foundation is restricted to 2 meters. SBC of soil 220 kN per meter square ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ലോഡ് വരുന്ന എത്ര?
ഓരോ കോളത്തിലും 1360 വീതമാണ്. അപ്പോൾ 2 കോളത്തിനോട് ഇതിൻ്റെ ടോട്ടൽ സർവീസ് ലോഡ് വരുന്നത് 2720 കിലോ ന്യൂട്ടൺ ആണ്. ഇനി സൾഫേറ്റ് നമ്മൾ സോയിലിൻ്റെ എടുക്കാൻ നേരം ഇതിൻ്റെ 10% കൂടെ അസ്യൂം ചെയ്യും. അങ്ങനെ നമുക്ക് 2992 കിലോ ന്യൂട്ടൺ ടോട്ടൽ ലോഡ് കിട്ടി. ഇനിയും ഏരിയ ഓഫ് ഫൂട്ടിംഗ് റിക്വയർഡ് ചെയ്യുന്നത് എങ്ങനെ? ഈ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ SBC ചെയ്താൽ മതി, മുമ്പത്തെ കൂട്ട് തന്നെ. അപ്പോൾ നമുക്ക് 13.6 മീറ്റർ സ്ക്വയറിന് കിട്ടും. ഇനി ഫൂട്ടിങ്ങിൻ്റെ ഒരു സൈഡിലേക്കുള്ള ഡയമെൻഷൻ 2 മീറ്ററിൽ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ഒക്കെയാണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 1.5 മീറ്റർ വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 13.6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ഫൂട്ടിംഗ് 6.8 മീറ്റേഴ്സ് എങ്കിലും വേണം എന്നുള്ളത് കിട്ടും. ഇതിനെ വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 7 ആക്കാം, അല്ലെങ്കിൽ 6.8 വെച്ച് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ഫിഗർ ശ്രദ്ധിച്ചേ, നമുക്ക് 2 കോളം ഉണ്ട്, നടുക്ക് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് 4 മീറ്റേഴ്സ് ആണ്, ടോട്ടൽ 6.8 വേണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നടുക്കുന്ന് നിന്ന് ഈ 6.8നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഈ ക്യാൻറ്റിലിവർ പോർഷൻസ് എത്ര വേണമെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ നേരത്തെ ഇപ്പം നമുക്ക് ടോട്ടൽ വരുന്ന സ്ട്രെസ് എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എഫക്റ്റീവ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ് ചെയ്യാൻ നേരം നമുക്ക് ടോട്ടൽ സ്ട്രെസ് ഓൺ സോയിൽ എത്ര എന്നുള്ളത് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഏകദേശം വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മാക്സിമം മൊമെന്റിന് വെച്ചിട്ടുള്ള ഡിസൈൻ നമ്മൾ ചെയ്യുന്നു, സ്റ്റീൽ അതനുസരിച്ച് കൊടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത്, നമുക്കിവിടെ ചെക്ക് വരുന്നത് 1 വേ ഷിയറും 2 വേ ഷിയറിനും ചെക്ക് വരുന്നുണ്ട്. ഇവിടെയും 1 വേ ഷിയറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ വരാൻ പോകുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. ഇനി ഏത് കോളത്തിൽ നിന്നാണ് നമ്മൾ ഈ D ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ടത്? മാക്സിമം ലോഡ് ഏത് കോളത്തിലാണോ വരുന്നത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 കോളത്തിലും ഈക്വൽ ലോഡാണ് വരുന്നത്. ഇമാജിൻ എ സിറ്റുവേഷൻ വെയർ 1 കോളം ഹാസ് എ ഹയർ ലോഡ്. അപ്പോൾ ഹയർ ലോഡ് ഏത് കോളത്തിലാണോ വരുന്നത് ആ കോളത്തിൻ്റെ ഫേസിൽ നിന്നും D ഡിസ്റ്റൻസ് മാറിയായിരിക്കും നമ്മൾ 1 വേ ഷിയറിൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ചെക്ക് ചെയ്യുന്നത്. ഇനി 2 വേ ഷിയറിൻ്റെ വരുമ്പോൾ ഇതേ നേരത്തെ കേസിൽ പറഞ്ഞ കൂട്ട് തന്നെ ഹയർ ലോഡ് ഏത് കോളത്തിൽ വരുന്നോ ആ കോളത്തിൻ്റെ ഫേസിൽ നിന്നും D/2 ഡിസ്റ്റൻസ് മാറിയാണ് നമ്മൾ 2 വേ ഷിയർ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയറിൻ്റെ ചെക്ക് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഡിസൈൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കത്തില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് ഓഫ് മാസ് ഡിസ്കസ് ചെയ്തു. സ്ലാബ്സിൽ ഡീറ്റെയിലിംഗ്, 1 വേ സ്ലാബ്, 2 വേ സ്ലാബ്, കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എത്ര ഡിസ്റ്റൻസിലാണ് ബാർസ് കർട്ടെയിൽ ചെയ്യുന്നത്, പിന്നെ ഓരോ ബാറും മെയിൻ ബാർ ഏത് ഡയറക്ഷനിലാണ് ലേ ചെയ്യുന്നത് അത് നോക്കി വെക്കണം. പിന്നെ നമ്മൾ ടോർഷൻ ഇൻ ബീംസ് പറഞ്ഞു. ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് 750 mm കൂടുതൽ ഡെപ്ത് ഉള്ള ബീംസിൻ്റെ കേസിലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയുടെ ക്രാക്കിംഗ്, ഡിഫ്ലക്ഷൻ, അതിൻ്റെ ലിമിറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ്റെയും കമ്പൈൻഡ് ഫൗണ്ടേഷൻ്റെ ഡിസൈനിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.